ഹലോ എവ്രി വൺ, നമസ്കാരം. വെൽക്കം ടു ഫുഡ് വൈബ്സ്. ഞാൻ ദീപ സന്ദീപ്. ലാസ്റ്റ് മന്ത് നമ്മളൊരു 3 days ജോർജിയയിലേക്ക് ഒരു ട്രിപ്പ് പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മളൊരു പുതിയ സ്ഥലത്ത് ചെല്ലുമ്പോൾ അവിടുത്തെ ലോക്കൽ ക്വിസീനും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ട്രൈ ചെയ്യുമല്ലോ. അതേപോലെ ജോർജിയയിൽ ഞങ്ങൾ ട്രൈ ചെയ്ത ജോർജിയൻ ഡിഷസിൻ്റെ റിവ്യൂ ആണ് ഈ വീഡിയോയിലുള്ളത്. ബാക്കി പിന്നെ നമ്മൾ അവിടുത്തെ അട്രാക്ഷനും മസ്റ്റ് പ്ലേസസും അവിടുന്ന് എന്തൊക്കെയാണ് നമുക്ക് വാങ്ങാൻ പറ്റുക അങ്ങനത്തെ കാര്യങ്ങളെല്ലാം വേറെ വ്ളോഗ്സ് ആയിട്ട് വരുന്നുണ്ട്. അപ്പോൾ ഇങ്ങനത്തെ വീഡിയോസ് കാണാൻ ഇഷ്ടമുള്ളവരാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്ത് കാണുന്ന നോട്ടിഫിക്കേഷൻ ബെല്ലൊന്ന് ക്ലിക്ക് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ ഞാൻ പുതിയ വീഡിയോസ് ഇടുമ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ നോട്ടിഫിക്കേഷനും വരും. വീഡിയോസ് ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഫ്രണ്ട്സുമായിട്ടൊക്കെ ഒന്ന് ഷെയർ ചെയ്യുകയും കൂടെ ചെയ്യാം. അപ്പോൾ നമുക്ക് ജോർജിയയിൽ ഞങ്ങൾ ട്രൈ ചെയ്ത അവിടുത്തെ ലോക്കൽ ഡിഷസ് എന്തൊക്കെയാണെന്ന് കണ്ടാലോ. അപ്പോൾ നമ്മൾ ഡിന്നർ കഴിക്കാൻ വേണ്ടിയിട്ട് അനനൂരിയുടെ അടുത്ത് ഒരു റെസ്റ്റോറൻറ്റിൽ ഇറങ്ങിയതാണ്. ജോർജിയൻ ഡിഷസ് കിട്ടും എന്ന് പറഞ്ഞിട്ട് ഇറങ്ങിയതാണ്. നമ്മൾ ജോർജിയൻ ട്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് പോവാണ്. സലാഡ് സീംസ് ടു ബി ഫ്രഷ്. ടൊമാറ്റോസ് എനിക്ക് നന്നായി ഫ്രഷ് ആയിട്ട് തോന്നുന്നുണ്ട്. പിന്നെ കുക്കുംബർ ഉണ്ട്, കുറച്ച് പാർസ്ലി അല്ല, ഇത് കൊറിയൻഡർ ലീവ്സ് ആണ്. എവറിത്തിങ് ഇസ് ഫൈൻ, ലുക്സ് ഫ്രഷ്. നോക്കട്ടെ, കടിച്ചോ. ഇതിലെ ടൊമാറ്റോ അടിപൊളിയാണ്. അത് ജോർജിയയിൽ ഇന്ന് തന്നെ ബ്രൂ ചെയ്യുന്നതാണ്. നമ്മൾ ആക്ച്വലി ഒരു ബഡ്വൈസർ ഓർഡർ ചെയ്തു, പക്ഷേ ഇവർ പറഞ്ഞു ജോർജിയൻ ബിയർ ട്രൈ ചെയ്യാൻ പറഞ്ഞു. അപ്പോൾ ജോർജിയയിൽ തന്നെ ബ്രൂ ചെയ്യുന്ന ഒരു ബിയറാണ്. കുടിച്ചു നോക്കിയിട്ട് പറയാം എങ്ങനെയാണ്. Cheers. ഇതാണല്ലേ ജ്യൂസ്. ഇത് നമ്മുടെ ഇവിടെ ലോക്കലി മെയ്ഡ് ഒരു ജ്യൂസാണ്. സ്ട്രോബെറി ആണ്. യു ക്യാൻ സീ ഇതിൽ സ്ട്രോബെറീസ് ഉണ്ട് ഇത് ഇട്ട് വെച്ചിരിക്കുന്നത്. ഇത് ലോക്കലി ചെയ്തിരിക്കുന്ന ഒരു ജ്യൂസാണ്. അടിപൊളിയാ. നോക്കട്ടെ, ടേസ്റ്റ് നോക്കട്ടെ. ഇത് നമ്മൾ ഒരു ഡിഷ് ഓർഡർ ചെയ്താണ്. ഇത് മഷ്റൂമാണ്, ദാറ്റ് ഈസ് മഷ്റൂം വിത്ത് ചീസ്. പിന്നെ ഉള്ളത് ഇത് എഗ് പ്ലാന്റ് ആണ്. അതിൽ എഗ് പ്ലാന്റ് വിത്ത് വാൾനട്ട് ഉണ്ട് ഇതിൽ. അതൊരു ഇവിടുത്തെ ഒരു സ്പെഷ്യാലിറ്റിയാണ് ഇത്, എഗ് പ്ലാന്റ് വിത്ത് വാൾനട്ട്. പിന്നെ ഇത് മഷ്റൂം വിത്ത് ചീസ്. വാൾനട്ട് ടേസ്റ്റ് വഴുതനങ്ങ ഗ്രില്ല് ചെയ്തെടുത്തത്. അപ്പോൾ ആ സ്മോക്കിനെസ്സും ഫ്ലേവർ നമ്മുടെ മഷ്റൂം വിത്ത് ചീസാണ്. എങ്ങനെയുണ്ട് പ്രിയ?
ഇഷ്ടമായില്ല? മഷ്റൂം ഇഷ്ടമായില്ല? മഷ്റൂം ഇഷ്ടമായില്ല? അപ്പൊ നമ്മള് ചാച്ചയാണ്. വാൾനട്ട് പേസ്റ്റ് ആണ് അല്ലേ? ഇതാണ് ഒതന്റിക് കച്ചാപ്പുരി. ഇതേട്ടാ, ഇത് എഗ്ഗും ചീസും ആണോ? എഗ് ചീസ് ബട്ടർ. എഗ് ചീസ് ബട്ടർ അല്ലേ? ഒരു ബോർഡ് ഷേപ്ഡ് ബ്രെഡിന്റെ ഉള്ളില് എഗ്ഗും ചീസും ബട്ടറും. ഇനി നമ്മളിത് മിക്സ് ചെയ്ത് കഴിക്കണം. ഇനി നമ്മളിതെല്ലാം കൂടി മിക്സ് ചെയ്യുന്നുള്ളൂ. ആ, എല്ലാം കൂടെ ഒരു ബുൾസൈ ആണ്. നമ്മളത് എല്ലാം കൂടെ മിക്സ് ചെയ്തിട്ട് കഴിക്കണം. അച്ഛൻ എങ്ങനെയുണ്ട് കച്ചാപ്പുരി? നമ്മുടെ പിസയും ഒരു പഫ്സും കൂടി ഒരു മിക്സർ മാതിരിയാണത്. കാരണം ഇതിന്റെ ക്രസ്റ്റ് കുറച്ച് നല്ല ഫ്ലേക്കിയാണ്. പിന്നെ അതിന്റെ ചീസ് എന്ന് പറഞ്ഞാൽ ഭയങ്കര മൈൽഡ് ചീസാണ്, ഭയങ്കര സ്ട്രോങ് ഒന്നുമല്ല, ഒട്ടും ഓവർ പവറിങ് അല്ല. അപ്പോൾ നല്ല ഒരു ബ്യൂട്ടിഫുൾ ഫ്ലേവറാണ്. കഴിച്ചു നോക്കണത് അടിപൊളിയാണ്. അത് കഴിഞ്ഞിട്ട് നമ്മൾ അടുത്ത് ഓർഡർ ചെയ്തിരിക്കുന്നതാണ് പോർക്ക് ബാർബിക്യൂ. ഇതാണ് ഇവിടുത്തെ പോർക്ക് ബാർബിക്യൂ. ഫേമസ് മസ്റ്റ് ട്രൈ ആണ്. ജോർജിയയിൽ വന്നാന്ന് എല്ലാവരും പറയും. അതാണ് പോർക്ക് ബാർബിക്യൂ. പോർക്ക് ബാർബിക്യൂ നല്ലതാ. നന്നായി കുക്കായിട്ട് എല്ലാം ബാർബിക്യൂ നല്ല ടേസ്റ്റ്. നമ്മൾ സാധാരണ ചിക്കൻ ബാർബിക്യൂ കഴിക്കുമ്പോൾ എങ്ങനെ തോന്നും? അതേ ഒരു ഫീൽ തന്നെ കിട്ടുന്നത്. നല്ല ടെൻഡറായിട്ട് അടിപൊളിയാണ്. പോർക്കിന്റെ അങ്ങനത്തെ വേറെ അങ്ങനെ ഒന്നും ഫീൽ ചെയ്യുന്നില്ല. പ്രത്യേകിച്ച് ഫീൽ ചെയ്യുന്നു. നമ്മൾ ചിക്കൻ ബാർബിക്യൂ കഴിക്കണേ അല്ല, ഒരു മസ്റ്റ് ട്രൈ ആണോ? മസ്റ്റ് ട്രൈ ആണോ? ട്രൈ ആണ്. അടിപൊളിയാണ്. ഫ്രീ കഴിച്ചാ അടിപൊളി. കിംകാലി മോമോസ് അത് പൊട്ടിട്ടുണ്ട്. കഴിച്ചിട്ട് എങ്ങനെയുണ്ട് പറയൂ പ്രിയ. നമുക്ക് ആ സോസ് ഒന്നും ഇല്ലാഞ്ഞിട്ടും കുഴപ്പമില്ല. നമ്മൾ സാധാരണ മോമോസിന്റെ കൂടെ ഒരു ചട്നിയൊക്കെ വരാറില്ലേ? പ്ലെയിൻ പൊട്ടറ്റോ മാത്രമാണ് ഉള്ളില്. മാഷ് പൊട്ടറ്റോ ഫില്ല് ചെയ്ത പോലെ. ഒന്നുമില്ല. സൂപ്പർ, അടിപൊളി. ബീഫ് മോമോ കിംകാലി അല്ലേ? അടിപൊളി. ബീഫ് ഫ്ലേവേർഡ് ആണോ? അല്ല, ബീഫിന്റെ ഫ്ലേവർ വരുന്നതല്ല. അതല്ല, എന്തേലും ആഡ് ചെയ്തിട്ടുണ്ടോ? ചില്ലി ചില്ലി ഫ്ലേക്സ് ഉണ്ട്, ഗാർലിക് ഉണ്ട്, ജിഞ്ചർ ഉണ്ട്. ഓക്കെ. അപ്പോൾ നമ്മൾ ഫുഡ് കഴിച്ചു. നമ്മൾ എന്തൊക്കെ ഓർഡർ ചെയ്തു കഴിഞ്ഞാൽ ഏകദേശം ഒരു കിംകാലി എന്ന് പറഞ്ഞിട്ട് ബീഫിൻ്റെ ഒരു ഡംപ്ലിംഗ് ആയിരുന്നു ഒന്ന് കഴിച്ചത്. പിന്നെ പൊട്ടറ്റോൻ്റെ ഒരു ഡംപ്ലിംഗ്. കാരണം നമ്മുടെ കൂട്ടത്തിൽ 2-3 വെജിറ്റേറിയൻസ് ഉണ്ടായിരുന്നു. അപ്പോൾ അത് കാരണം നമ്മൾ അവർക്ക് അതുകൂടി ഓർഡർ ചെയ്തു. പിന്നെ കുറച്ച് 2 ടൈപ്പ് കച്ചാപ്പുരി, പിന്നെ ഒരു പോർക്ക് ബാർബിക്യൂ, പിന്നെ ഒരു ഫ്രഞ്ച് ഫ്രൈസ്, പിന്നെ ഒരു എഗ് പ്ലാന്റിൻ്റെ ഒരു ഞാൻ പറഞ്ഞിരുന്നു ആദ്യം എഗ് പ്ലാന്റിൽ ഒരു വാൾനട്ട് പേസ്റ്റ് റാപ്പ് ചെയ്തിട്ട് ഗ്രില്ല് ചെയ്ത ഒരു ഡിഷായിരുന്നു. അത് നമ്മൾ 2 പ്രാവശ്യം 2 വാങ്ങി. പിന്നെ ഒരു മഷ്റൂം ചീസും കൂടി ഗ്രില്ല് ചെയ്തിട്ടുള്ള ഒരു ഡിഷ് വാങ്ങി. അപ്പോൾ പിന്നെ നമുക്കൊരു ജ്യൂസ് ഉണ്ടായിരുന്നു. ഞാനും കൃഷ്ണയും ഈ 2 ജോർജിയൻ ബിയർ അടിച്ചു. വിത്ത് ഞങ്ങൾ ഒരു ചാച്ച മേടിച്ചിട്ടുണ്ട്. പിന്നെ ഒരു ഫാൻറ്റ സോഫ്റ്റ് ഡ്രിങ്ക്സ് എല്ലാം കൂടി. അപ്പോൾ ഇത്രയും നമ്മൾ മേടിച്ചിട്ടുണ്ടായിരുന്നു. കഴിച്ചു. ഞങ്ങൾ ഓൾമോസ്റ്റ് ഒരു 8-10 പേര് കഴിച്ചിട്ടുണ്ട്. ബട്ട് യു വിൽ നോട്ട് ബിലീവ്, നമുക്ക് ബില്ല് വന്നത് 132 ലാരിയാണ് വന്നത്. 132 ലാരിയാണ്. അത് ഇപ്പോൾ നമ്മൾ ഖത്തറിലാണെങ്കിൽ ചുരുങ്ങിയത് ഒരു 300-400 റിയാൽസ് ആവും. പക്ഷേ വെരി ബ്യൂട്ടിഫുൾ.
നല്ല ടേസ്റ്റ്, വെരി ഗുഡ് ഫുഡ് ആൻഡ് ആംബിയൻസും കുഴപ്പമില്ല. നൈസ് ആംബിയൻസ്. നമ്മൾ ശരിക്കും വുഡൻ കോട്ടേജ് മാതിരിയുണ്ട്. വുഡൻ കോട്ടേജ് പോലെ ക്ലീൻ ആണ്. ലൈവ് മ്യൂസിക് ഉണ്ട്. അതെ, ഹാഡ് എ വെരി നൈസ് ഗുഡ് ടൈം. ഇപ്പോൾ ഓൾമോസ്റ്റ് 9:30 ആയി ഇവിടെ. ഇനി ഞങ്ങൾക്ക് ഏകദേശം ഒരു 1 hour ട്രാവലും കൂടി ഉണ്ട് ഞങ്ങളുടെ ഹോട്ടലിലേക്ക്. അപ്പോൾ ഞങ്ങൾ ഇന്നത്തെ വീഡിയോ ഞങ്ങൾ വൈൻഡപ്പ് ചെയ്യാണ്. And we wish Priya and Krishna a blessed life ahead. Very happy. Thank you very much. Cheers. Bottoms. Cheers. Oh. Okay then. Bye. See you tomorrow. അപ്പോൾ നമ്മൾ ഇവിടെ നിന്നാണ് കഴിക്കാൻ പോകുന്നത്. എന്താണ് ഇതിൻ്റെ പേര് എന്ന് ചോദിച്ചാൽ നമ്മുടെ ഫുഡ് വന്നു തുടങ്ങിയിട്ടുണ്ട്. ഇത് റൈസ് വിത്ത് വെജിറ്റബിൾസ്. ഇത് സീസർ സാലഡ് ആണ്. ഇവിടുത്തെ സീസർ സാലഡ്, ജോർജിയൻ പൊട്ടറ്റോസ്, പിന്നെ എഗ് പ്ലാന്റ് വിത്ത് നമ്മൾ ഇന്നലെ ഡിന്നറിന് പക്ഷേ കുറച്ചുകൂടി ഒരു ഡിഫറെൻറ്റ് ലുക്ക് ഉണ്ട്. This is fish trout. ഇതാണ് ഫിഷ് ട്രൗട്ട് ഫ്രൈഡ് ഓൺ ഫയർ. ഫിഷ് ട്രൗട്ട്. ഇത് കിൻകാലി ബീഫ് അല്ലേ? ബീഫ് കിൻകാലി. ചിക്കൻ പൊട്ടറ്റോ അല്ലേ? ഇതാണ് ജോർജിയൻ ലെമനേഡ്. ഇവർ ഇവിടെ ഉണ്ടാക്കുന്നതാണ്. അതിന് ചില്ലി, ഫ്രഷ് ചില്ലി, പിന്നെ ലെമൺ, സ്പ്രൈറ്റ് എല്ലാം കൂടി ഇട്ടിട്ടാണ് ഇത് ചെയ്തിരിക്കുന്നത്. നല്ല ഒരു റിഫ്രഷിങ് ഡ്രിങ്ക് ആണ്. ചിക്കൻ റൈസ്, ചിക്കൻ വിത്ത് റൈസ്. Hella. There is walnuts coated with grape juice. No sugar added, no alcohol added. Georgian salt. Traditional salt, please. ഒരു സ്പൈസി മസാല Salt Yeah. with Georgian spices, yes. In my country, in Georgia, every family and every woman have this one. Yes. One salt. Oh, how much is for this one piece? Chuchkela. How much is Hella. Hella? 5 lari, one piece. One piece 5 lari. Is with nuts and flavors. Only grape juice. What is it? What makes the difference in yes, color? I can explain you.
This is with Cazzelli grape juice, Saperawi grape juice in red, and black is Inzwarawi grape juice. Okay, the grape makes the difference in color. Okay, fine. Yeah, we'll go for one. Achu? ഒന്ന് മേടിക്കട്ടെ ഒരെണ്ണം ഏതെങ്കിലും ഒരെണ്ണം നമുക്കൊന്ന് ട്രൈ ചെയ്യാം. ഏതാ വേണ്ടേ ഏതെങ്കിലും കുഴപ്പമില്ല, എല്ലാം same. And what is that? Chili? What is that? Is that real? Chili? Real? No, decoration. Okay. Thank you. Have a nice day. ഇത് ജോർജിയയിലെ പ്രത്യേകിച്ച് എന്താ പറയുക ഒരു ട്രഡീഷണൽ സംഗതിയാണ്. ഇതിനെ അവർ ചുഷ്കല എന്ന് പറയും. ഇത് ബേസിക്കലി പ്യൂർ ഗ്രേപ്പിൻ്റെ ജ്യൂസും കൊണ്ട് ക്യാൻഡി, ഇറ്റ്സ് എ കൈൻഡ് ഓഫ് ക്യാൻഡി. അതിനോടൊപ്പം ഡ്രൈ ഫ്രൂട്ട്സ് ഉണ്ട് ഉള്ളിൽ. വാൾനട്ട്സും ഹേസൽനട്ട്സും ആണ്. വാൾനട്ട്സ് ഹേസൽനട്ട് ഉണ്ട് അതിനകത്ത്. കുറച്ചിങ്ങനെ ഒരു റബ്ബറി കൈൻഡ് ഓഫ് തിങ് ചൂയി ചൂയി തിങ്ങാണ്. നന്നായിട്ടുണ്ട്. ഇങ്ങനെ കടിച്ചോണ്ട് Okay. കഴി- ചെറിയ മധുരമേ ഉള്ളൂ, വലിയ അവര് കാര്യമായിട്ടുള്ള ഷുഗർ ആഡ് മധുരമില്ല. ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഷുഗർ ആഡ് ചെയ്തിട്ടില്ല, അതുകൊണ്ടാണ്. കുഴപ്പമില്ല, പ്യുവർ ഗ്രേപ്പ് ജ്യൂസ്. നന്നായിട്ടുണ്ട്. ഒരു ഗ്രേപ്പിന്റെ ഫ്ലേവർ എന്തായാലും ഉണ്ട് ഇതിനകത്തുണ്ട്. വൈൻ ഐസ്ക്രീം, വാട്ട് ഇസ് ദാറ്റ്? എത്ര? This is wine ice cream. ചൂടാക്കി കുടിക്കാം. വൈൻ ഐസ്ക്രീം ഒന്നും തിന്നാം. വൈൻ ഐസ്ക്രീം ട്രൈ വണ്ടി വൈൻ്റെ ഫ്ലേവർ തന്നെ. അപ്പം ക്രീമിനെസ്.